നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള ചിക്കൻ ഞാൻ ഇതുപോലെ നല്ലപോലെ ഒന്ന് കഴുകി റെഡിയാക്കിയിട്ട് ഇച്ചിരി മഞ്ഞളും ഉപ്പും മുളക് പൊടിയും ചെറുതായിട്ടൊന്ന് തിരുമ്മി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ട് വേണം ചിക്കൻ കറി ഉണ്ടാക്കാൻ. അതിന് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 10-15 വെളുത്തുള്ളിയുടെ അല്ലി, 2 വലിയ കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക്, ഇത് നമുക്കൊന്ന് മിക്സിക്കകത്ത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. ചെറിയതായിട്ട് ചതച്ചെടുത്താലും മതി. പിന്നെ നമുക്കൊരു 2 സ്പൂണ് മുളക് പൊടി വേണം, 2 സ്പൂണ് മല്ലിപ്പൊടി, ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം, ഇച്ചിരി കുരുമുളക് പൊടിയും ഗരം മസാല ഇടാം. ഇതൊക്കെ ഹോം മെയ്ഡ് ഗരം മസാല തന്നെയാണ്. എൻ്റെ ഒരു മുമ്പത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഗരം മസാല ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 3 സവോള, വലിയ സവോള എടുക്കാം. അത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. വലിയൊരു തക്കാളിയാണ്, അത് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇത്ര നമുക്ക് ചിക്കൻ ആദ്യം തന്നെ നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കി ചെറിയ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അരിയാണെങ്കിൽ ഒരു 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, ബസ്മതി അരി. ഇത് നമ്മളൊന്ന് കഴുകിയിട്ട് വെള്ളം കളഞ്ഞ് റെഡിയാക്കി വെക്കണം. അതിന് ഞാൻ നമുക്ക് ആ എണ്ണ നെയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. നെയ്ക്കകത്ത് അരി മൂപ്പിക്കുമ്പോൾ ഇടാൻ വേണ്ടി കറുവാപ്പട്ട, ഏലക്കായും ഗ്രാമ്പും ഒക്കെ 2-3 എണ്ണം എടുത്തിട്ടുണ്ട്. കുറച്ച് വഴനയിലയും വേണം, 1/2 നാരങ്ങയുടെ നീരും വേണം. ആദ്യം ഏതായാലും ചിക്കൻ തന്നെ ഉണ്ടാക്കാം, അത് കഴിഞ്ഞ് നമുക്ക് ചോറുണ്ടാക്കാം. ഒരു പാൻ ചൂടാക്കി ഞാൻ 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് കുറേശ്ശായിട്ട് ഈ ചിക്കൻ ഒന്ന് ഒരുപാട് ഫ്രൈ ചെയ്യുന്നില്ല, 2 സൈഡ് ഒന്ന് ചെറുതായിട്ട് മൊരിയുന്നത് വരെ നമുക്കൊന്ന് 2 സൈഡ് ഇട്ടെടുക്കാം. ഫ്രൈ ചെയ്തിട്ടൊക്കെ ചിക്കൻ കറി വെക്കുവാണെങ്കിൽ ബിരിയാണിക്ക് ഒരു നല്ല ടേസ്റ്റ് കിട്ടും. നമുക്ക് ഇച്ചിരി ഫ്രൈ ചെയ്യാം. ഈ ചിക്കനൊക്കെ 2 സൈഡും ഒന്ന് മറിച്ചിടാം. ഒത്തിരി ഫ്രൈ ചെയ്യുന്നില്ല, നമ്മൾ കുറച്ചൊന്ന് ഫ്രൈ ചെയ്യുന്നുള്ളൂ. അതുപോലെ 2 സൈഡും മുരിഞ്ഞിട്ട് നമുക്കൊന്ന് ബാക്കി ചിക്കനെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത് ചിക്കനൊക്കെ ഇത്ര മതി നമുക്ക് എടുക്കാം എണ്ണക്കകത്തൊന്ന്. ഇത് നമ്മളൊരു 1-1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബാക്കി ചിക്കനെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ വലിയൊരു കടായി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്തോട്ട് ഞാൻ ഇത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ ചതച്ച് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിക്കാം. ഒത്തിരി അരഞ്ഞു പോകണ്ട. അരഞ്ഞു പോകുമ്പോൾ നമ്മൾ ഈ കറിയൊക്കെ പെട്ടെന്ന് ഷോർട്ടിൽ പിടിക്കും. അതുകൊണ്ട് നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി. പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കാം. ഈ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. നമ്മൾ ഈ മിക്സിയുടെ ചെറിയ ജാറിനകത്തായിട്ടാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് ഒരുപാട് അരയാതെയും കിട്ടും, നമുക്ക് ചെറിയതായിട്ട് കഷ്ണമായിട്ടും കിട്ടും. നമ്മൾ അതുപോലെ തന്നെ ഈ ഉള്ളിയെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിനകത്ത് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതും ചേർത്ത് ഇനി നമുക്കൊന്ന് ഈ ഉള്ളി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഈ ബിരിയാണിക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് ഗ്രേവി കിട്ടാൻ വേണ്ടിയാണ് നമ്മളൊന്ന് ചതച്ചെടുക്കുന്നത്. ചോപ്പ് ചെയ്തിടുമ്പം ഗ്രേവിയൊക്കെ നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടിരിക്കും. അല്ലെങ്കിൽ ഈ പീസൊക്കെ ഇങ്ങനെ ഒരു മസാലയൊന്നും പറ്റാത്ത പോലെ വെളുത്തിരിക്കും. അതുകൊണ്ട് നമ്മളൊന്ന് അരച്ചിട്ടിടുന്നത്. ഉള്ളി നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് എണ്ണ തെളിയുന്നത് കാണാം. ഇപ്പം നമുക്ക് ഈ സമയത്ത് മസാലയൊക്കെ ചേർക്കാം. ഇത് 2 സ്പൂണും മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത്, അത് മുഴുവനും നമുക്ക് ചേർക്കാം. 2 സ്പൂണും മുളക് പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, ഇതും ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, നമുക്ക് നല്ല കളറ് കിട്ടും, പക്ഷെ ഒരുപാട് എരിവ് വരികയില്ല. ചെറിയ സ്പൂണും മഞ്ഞൾ പൊടിയും കൂടി ചേർക്കാം. നല്ലപോലെ ഒന്ന് പച്ചമണം മാറിയിട്ട് നമുക്ക് ഗരം മസാല ചേർക്കാം. ഇപ്പം ഇത് മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്തിട്ടുണ്ട്. എല്ലാവരുടെയും എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി പിന്നെ വേണ്ടിയവർ ചേർത്താൽ മതി. നമ്മൾ കുറച്ച് പച്ചമുളകും കൂടിയും ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒരുപാട് എരിവായി പോകാതെ ശ്രദ്ധിക്കണം. ഈ സമയത്ത് നമുക്ക് ഒരു ചെറിയ സ്പൂണ് ഗരം മസാല ചേർക്കാം. കുരുമുളക് പൊടിയും കൂടിയും ചേർക്കാം, ഒരു ചെറിയ സ്പൂണ്. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ തക്കാളി ഇതുപോലെ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്, അതും ചേർക്കാം. തക്കാളി ഒന്ന് ഇച്ചിരി വേകാൻ ഒരു 1-2 മിനിറ്റ് നമുക്ക് ഇളക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ ഇടാം. നമ്മുടെ മസാലയും ടൊമാറ്റോ നല്ലതുപോലെ വെന്ത് നല്ലപോലെ എണ്ണ തെളിഞ്ഞിരിക്കുവാണ്. ഇപ്പം ഇനി ഈ സമയത്ത് നമുക്ക് ചിക്കൻ ചേർത്ത് നമ്മൾ ചെറുതായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത്
ഇത് നമ്മൾ വറുത്തത് കൊണ്ട് വെള്ളമൊക്കെ അങ്ങ് കുറഞ്ഞു കാണും. നമുക്ക് അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് വേവിപ്പിക്കാൻ. നമുക്ക് ഈ സമയത്ത് തന്നെ ഉപ്പും ചേർക്കണം. ആദ്യം നമ്മൾ വറുത്തപ്പോൾ ഉപ്പ് ഇട്ടാണ് വറുത്തത്, എങ്കിലും നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം. ഒരു ചെറിയ സ്പൂൺ ഉപ്പും കൂടെ ഞാനിപ്പോൾ ഇടുവാണ്. നമുക്ക് ഒത്തിരി ഉപ്പായി പോകുന്ന പിന്നെ പ്രയാസം, അതുകൊണ്ട് കുറച്ച് മല്ലിയില ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നമുക്കൊരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കതൊന്ന് അടച്ച് വെക്കാം. ചിക്കൻ ഒന്ന് വേകുന്ന സമയത്തിന് നമുക്ക് റൈസ് റെഡിയാക്കാം. ആ സമയത്തിന് ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് വെക്കാം. ഇത് വേവുന്ന സമയത്ത് തന്നെ നമുക്ക് ചിക്കന് വെന്ത് വരാൻ ഇച്ചിരി ഒരു 10-15 മിനിറ്റ് എടുക്കും. ആ സമയത്തിന് നമുക്ക് റൈസ് റെഡിയാക്കാം. നമുക്കൊരു വലിയ പാൻ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന വലിയൊരു പാൻ എടുത്താൽ മതി. ഒരു 3 സ്പൂണ് നമ്മൾ നെയ്യ് എടുത്തിട്ടുണ്ട്. ബിരിയാണിക്കൊക്കെ ഇച്ചിരി നെയ്മയം ഉള്ളത് നല്ലതാണ് ചോറയിലൊക്കെ പിടിക്കുമ്പോൾ. അതിനകത്ത് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ കറുവാപ്പട്ട, ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഒന്ന് നെയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഗരം മസാലയൊക്കെ നമ്മൾ മൊത്തത്തോടെ ഇട്ടിരിക്കുന്നത് നല്ലപോലെ ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഞാൻ കഴുകി അരി വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഈ അരി ഒന്ന് നല്ലതുപോലെ നല്ല മൂപ്പിച്ചെടുക്കണം. എന്നാലേ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. നല്ലൊന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ എൻ്റെ നേരത്തെ 2-3 ബിരിയാണിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഒരു ഫിഷ് ബിരിയാണി ഇട്ടിട്ടുണ്ട്, ഒരു മട്ടൻ ബിരിയാണിയുണ്ട്, പ്രോൺസ് ബിരിയാണിയുണ്ട്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇത് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇത് അരി ഒന്ന് നല്ല മൊരിയുന്ന വരെ ഇളക്കാം. എൻ്റെ റൈസൊക്കെ ഒരുവിധം നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമ്മൾ ഈ നെയ്ക്കകത്ത് മൂപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറൊന്ന് കുഴഞ്ഞു പോകാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എപ്പോഴും ഈ അരിക്കകത്ത് വെള്ളം ഒഴിക്കുമ്പം ചൂടാക്കി വേണം ഒഴിക്കാൻ. തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കല്. ഇതുണ്ട്, ഇത് അരി പൊട്ടുന്ന ഒരു ചെറിയ ഒച്ച കേൾക്കുന്നുണ്ടോ? ഈ സമയമാകുമ്പോഴാണ് കറക്റ്റായിട്ട് നമ്മുടെ അരി മൂക്കുന്നത്. ഇപ്പം ഞാനിത് 4 ഗ്ലാസ് അരി എടുത്തത് കൊണ്ട് നമ്മൾ 8 ഗ്ലാസ് വെള്ളം എടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി. ഇതിനകത്ത് നമ്മൾ വഴനയിലയും കൂടെ ഇട്ടിട്ടാണ് ഈ വെള്ളം ചൂടാക്കുന്നത്. നമുക്കിപ്പോൾ ഇതിനകത്ത് ചേർക്കാം. നമ്മൾ ബസുമതി അരി ആകുന്നത് കൊണ്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ഊറ്റിയെടുക്കുന്നതിനേക്കാളും നല്ലത് അരി അങ്ങ് നമ്മൾ വെള്ളം ഒഴിച്ച് പറ്റിച്ചെടുക്കുക. ഈ 4 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ 8 ഗ്ലാസ് വെള്ളം ഒഴിക്കുമ്പം കറക്റ്റായിട്ട് വെന്ത് പറ്റിയിരിക്കും. ആ സമയത്ത് അരി വെന്ത് കറക്റ്റായിരിക്കും. നമ്മൾ തിളച്ച് കഴിഞ്ഞ് സ്ലോ ആക്കണം. ഇപ്പം നമുക്ക് അര നാരങ്ങയുടെ നീരും കൂടെ ചേർക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, ഈ വെള്ളത്തിന് ചേരുന്ന ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചോറിന് കറക്റ്റായിരിക്കും. നമ്മൾ ഉപ്പൊക്കെ ഒന്ന് പിന്നെ ഒന്ന് നോക്കണം, പുളിയൊക്കെ ഒന്ന്. ഉപ്പ് നമ്മൾ വെള്ളത്തിന് കറക്റ്റായിട്ടുണ്ട്, ആവശ്യത്തിന് പുളിയുണ്ട്. നമുക്കിത് അടച്ചു വെക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞ് നമ്മൾ സ്ലോയിൽ വെച്ചാൽ മതി. അപ്പോൾ വെള്ളം പറ്റുന്ന സമയത്തിന് അരിയും വെന്ത് കിട്ടും. നമുക്ക് റൈസ് വെന്തോന്ന് നോക്കാം. ഒരുവിധം വെന്തിട്ടുണ്ട്. ഇച്ചിരി വെള്ളം കൂടെ ഉണ്ട് താഴെ. നമുക്കിതൊന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ആ വെള്ളം കറക്റ്റ് പറ്റുമ്പോഴത്തേനും ചോറ് റെഡിയാവും. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ സമയത്ത് കുറച്ച് കപ്പലണ്ടിയും കിസ്മസും ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ചോറിൻ്റെ മേളിലൊന്ന് ഇടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ നെയ്ക്കകത്ത് തന്നെ വറുത്തെടുക്കണം. നെയ്ക്കകത്താകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമുക്കിത് വറുത്തെടുക്കാം. നമുക്ക് നോക്കാം റൈസ് റെഡിയായോ എന്ന്. റൈസ് നല്ല റെഡി ആയിട്ടുണ്ട്. കണ്ട വെള്ളമൊക്കെ പറ്റി. നമുക്ക് ഈ സമയത്ത് ഗ്യാസ് ഓഫ് ആക്കാം. നമ്മൾ ഈ ബസുമതി അരി ആകുന്നതുകൊണ്ട് പെട്ടെന്ന് ഇരുന്നങ്ങ് കുഴഞ്ഞു പോകാതെ ഒരു പാത്രത്തിലോട്ട് ഈ ചോറൊന്ന് മാറ്റുവാണെങ്കിൽ ഒന്നൊന്ന് നിരത്തി നമുക്ക് ആവി ഒന്ന് കളഞ്ഞിട്ട് വേണം മിക്സ് ചെയ്യാൻ. നമുക്കൊരു പാത്രത്തിൽ കുടഞ്ഞിടാം. നമുക്ക് ചിക്കൻ റെഡി ആയോ എന്നൊന്ന് നോക്കാം. ചിക്കനൊക്കെ നല്ലപോലെ വെന്തതുണ്ട്. വെന്ത് കഴിയുമ്പോൾ നല്ലപോലെ എണ്ണയൊക്കെ തെളിയും. നമുക്ക് ഗ്യാസ് ഓഫാക്കി നമുക്കിനി റൈസുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇത് റൈസ് ആദ്യം ഒരു ലെയർ നല്ലപോലെ താഴെ ഒന്നിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ലെയർ ചിക്കന്, അങ്ങനെ ലെയറായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി ഇതിൻ്റെ മുകളിൽ നല്ലതുപോലെ നേരൊക്കെ ചിക്കന് ഇട്ട് കൊടുക്കാം. ചാറോട് കൂടി തന്നെ നമ്മൾ ഇടണം. എന്നാലേ ചോറിനൊക്കെ നമ്മുടെ ഗ്രേവി ഒന്ന് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ.
ചിക്കൻ്റെ മുകളിലോട്ട് നമുക്കിനി ഒരു ലെയർ റൈസും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കി ചിക്കനും റൈസും നമ്മൾ ലെയറായിട്ട് ഇട്ട് തീരുന്നവരെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മളിത് ചിക്കനൊക്കെ ഒന്ന് ഇട്ട് ലെയറാക്കി നല്ലപോലെ എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും കിസ്മസും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിലിടാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മളിത് ഗ്യാസിൽ വെച്ച് ചെറിയ ഗ്യാസിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂട് കയറ്റണം. നല്ല നമ്മുടെ ബിരിയാണിയൊക്കെ താഴെ തുടങ്ങി മസാലയുടെ സ്മെല്ലൊക്കെ മേളിൽ വരെ കിട്ടുകയുള്ളൂ. നമുക്കിത് ഗ്യാസിലൊന്ന് വെച്ച് ചൂടാക്കി കഴിക്കാൻ സമയത്ത് എടുക്കാം. ഇപ്പോൾ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ബിരിയാണി നല്ല റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.